എന്റെ മുഖത്തടിച്ച പോലെ തന്നെയാ അത്. അവളുടെ കല്യാണം നടന്നാലും കൊള്ളാം, നടന്നില്ലെങ്കിലും കൊള്ളാം. ഇനി എനിക്ക് അവളായിട്ട് ഒരു ബന്ധവുമില്ല. ശോഭേ, ഇക്കാര്യത്തിൽ വാശി കാണിക്കരുത്. അവളൊരു വിവരമില്ലാത്ത പെണ്ണാ. പണം കൊടുക്കാന്ന് നമ്മൾ വാക്ക് പറഞ്ഞതാ. ബുധനാഴ്ച സ്വർണ്ണം എടുക്കാന്ന് ഏട്ടൻ പറഞ്ഞു വിടുകയും ചെയ്തു. പറഞ്ഞു വിട്ടെങ്കിൽ എടുക്കട്ടെ. അവൾക്ക് കല്യാണമല്ലല്ലോ വലുത്, വല്യേട്ടനല്ലേ. വല്യേട്ടൻ നടത്തി കൊടുക്കട്ടെ. എനിക്ക് എന്റെ അച്ഛൻ തന്ന പണമാ, അതെന്റെ ആവശ്യങ്ങൾക്കാ. അതെല്ലാം നിങ്ങളുടെ അനിയത്തിയുടെ കല്യാണം നടത്താനല്ല. ഇത് ചതിയാണ്. കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അന്ന് പറയണം, അല്ലാണ്ട് ഈ അവസാന നിമിഷത്തിലല്ല. കൊടുക്കാന്ന് പറഞ്ഞതേ എന്റെ സൗജന്യാണ്, അല്ലെങ്കിൽ ദയ. അത് വേണ്ടാത്തവർക്ക് ഞാൻ കൊടുക്കണോ? നീ എന്നിട്ട് കുരങ്ങളിപ്പിക്കാണല്ലേ? അങ്ങനെ ആയതുകൊണ്ടല്ലേ കളിക്കണേ. സഹിക്കണേ അതിലുണ്ട്. പണം, അന്തസ്സും വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. മനസാക്ഷി വേണോടി, മനസാക്ഷി. ഓ, മനസാക്ഷിയുള്ള ആള്. മോഹിച്ച പെണ്ണിന് പുറംകാലം കൊണ്ട് തട്ടിയിട്ട് എന്റെ അച്ഛന്റെ പണവും അന്തസ്സും കണ്ട് വാലാട്ടി നിന്നത് മനസാക്ഷിയുള്ളതുകൊണ്ടാണല്ലോ. ഒരു കാര്യം മനസ്സിലാക്കണം, അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർ ഒരു റെയർ സ്പീഷീസ് ഒന്നുമല്ല. എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ മറ്റൊരു വിജയകുമാരൻ നായരെ കണ്ടെത്താൻ എന്റെ അച്ഛന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർക്ക് ഒരു രാമൻകുട്ടി മേനോന്റെ മകളെ കിട്ടിയത് ഭാഗ്യാണ്, ലോട്ടറി. അതെപ്പോഴും കിട്ടില്ല.